ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 2023 പുറത്തിറങ്ങിയ മിഷൻ മജ്നു എന്ന സിനിമയെക്കുറിച്ചാണ് വിശദീകരിക്കാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ച രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചു. എന്നാൽ അതിനുശേഷം എല്ലാ രാജ്യങ്ങളിലും അണുബോംബ് നിർമ്മിക്കാനുള്ള ഒരു ഓട്ടം തുടങ്ങി. 1971 പാകിസ്ഥാൻ ഇന്ത്യയോട് മൂന്നാം തവണയും യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അതിനാൽ പാകിസ്ഥാൻ ഏതു വിധേനയും പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യയ്ക്കു മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്കൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് അണുബോംബ് നിർമ്മിക്കുക എന്നതായിരുന്നു. എന്നാൽ യുദ്ധങ്ങൾ ജയിക്കുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. ഇന്ത്യയുടെ തുറുപ്പുചീട്ടായിരുന്നു റോ ഏജന്റുമാർ പാകിസ്ഥാനിലുടനീളം വ്യാപിച്ചിരുന്നു. അവരുടെ ജോലി വെടിയുതിർക്കുകയായിരുന്നില്ല, മറിച്ച് ബുദ്ധി ഉപയോഗിച്ച് രഹസ്യ വിവരങ്ങൾ അയക്കുക എന്നതായിരുന്നു. ഈ കഥ അവരിൽ ഒരാളായ ഒരു ധീരനായ രഹസ്യ ഏജന്റിന്റേതാണ്. നമ്മൾ താരിഖ് എന്നൊരാളെ കാണുന്നു. അയാൾ പാകിസ്ഥാനിലെ റാവൽപിണ്ടി നഗരത്തിൽ താമസിക്കുകയും ഒരു തയ്യൽക്കാരനായി ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. അയാൾക്ക് ജോലി ആവശ്യമായിരുന്നു. അതിനാൽ അവൻ തന്റെ കഴിവുകൾ വിവരിച്ച് അൻവർ എന്നയാളോട് തന്റെ അമ്മാവനോട് പറഞ്ഞ് ജോലിയിൽ നിയമിക്കാൻ ആവശ്യപ്പെടുന്നു. അൻവർ പലതവണ നിരസിക്കുന്നുണ്ട്. പക്ഷെ പള്ളിയിലെ മൗലവി പറഞ്ഞതുകൊണ്ട് അമ്മാവനോട് പറഞ്ഞ് അവനെ ജോലിക്ക് വെക്കാൻ സമ്മതിക്കുന്നു. താരിഖ് തുന്നൽ പണി ചെയ്ത് അമ്മാവന് തന്റെ കഴിവുകൾ കാണിച്ചു കൊടുക്കുന്നതിനിടയിലാണ് അവന്റെ കണ്ണുകൾ ഒരു പെൺകുട്ടിയിൽ പതിയുന്നത്. അവളുടെ പേര് നസ്റിൻ എന്നായിരുന്നു. അവൾ അതീവ സുന്ദരിയായിരുന്നു. ആരുടെയും കണ്ണുകൾ അവളിൽ ഉടക്കിപ്പോകുമായിരുന്നു. അതുപോലെ താരിഖിന്റെ കണ്ണുകളും അവളെ തന്നെ നോക്കി നിന്നുപോയി. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ അവളോട് പ്രണയം തോന്നി. നസ്റിൻ അമ്മാവന്റെ അളിയന്റെ മകളായിരുന്നു. അതിനാൽ അവന് നസ്റിന്റെ വീട്ടിലെത്താൻ അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. അവൻ എപ്പോഴും അവളുടെ അടുത്തായിരിക്കാനും അവളെ കാണാനും അവസരങ്ങൾ തേടിക്കൊണ്ടിരുന്നു, പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ. പക്ഷെ നസ്റിന് അവന്റെ പ്രണയം കാണാൻ കഴിയില്ലായിരുന്നു, കാരണം അവൾക്ക് കാഴ്ചയില്ലായിരുന്നു. എന്നാൽ അവന്റെ സ്നേഹം അവൾക്ക് തീർച്ചയായും അനുഭവിക്കാൻ കഴിയുമായിരുന്നു. നസ്രീന്റെ കാഴ്ചയില്ലായ്മ താരീഖിന്റെ പ്രണയത്തെ കുറിച്ചില്ല, മറിച്ച് അവൻ അതിൽ യാതൊരു ആശങ്കയുമില്ലായിരുന്നു. കാരണം അവൻ അവളുടെ കണ്ണുകളായി അവളോടൊപ്പം എന്നേക്കും ജീവിക്കാൻ ആഗ്രഹിച്ചു. താരീഖിന്റെ സുഗന്ധത്തിൽ നിന്ന് നസ്രീൻ അവനെ തിരിച്ചറിയാൻ തുടങ്ങി. അവൻ എപ്പോഴും അവളുടെ അടുത്തായിരിക്കുമെന്നും അവന്റെ ഹൃദയത്തിൽ അവളോട് സ്നേഹമുണ്ടെന്നും അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവളും അവന്റെ പ്രണയത്തിൽ വീഴുകയും അവനോട് അടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവരുടെ ഈ ലോകം നസ്റിന്റെ അച്ഛൻ കാണുന്നു. അദ്ദേഹം താരീഖിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നെ പോലൊരു വിദ്യാഭ്യാസം ഇല്ലാത്തവന് എങ്ങനെ എന്റെ മകളോട് അടുക്കാൻ ധൈര്യം വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. താരിഖ് എല്ലാവരുടെയും മുന്നിൽ തനിക്ക് നസ്റിനെ ഇഷ്ടമാണെന്നും അവളെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സമ്മതിക്കുന്നു. അമ്മാവൻ അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങളും വിദ്യാഭ്യാസമില്ലാത്ത ആളായിരുന്നു, എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ സഹോദരിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നില്ലേ എന്ന് ചോദിക്കുന്നു. നസ്രീൻ അച്ഛനോട് പറയുന്നു, താരിഖ് വളരെ നല്ല മനുഷ്യനാണ്. അവനേക്കാൾ കൂടുതൽ എന്നെ ആരും സ്നേഹിക്കില്ല. അതിനാൽ എനിക്ക് അവനോടൊപ്പം എന്റെ ജീവിതം ജീവിക്കണം. മകളുടെ ആഗ്രഹത്തിനു വേണ്ടി അച്ഛൻ തന്റെ ദേഷ്യം അടക്കി ആ രണ്ട് പ്രണയികളെയും ഒന്നിക്കാൻ തീരുമാനിക്കുകയും അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നു. ഇനി കഥ 1974 മാറുന്നു. ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ ആണവ പരീക്ഷണം വിജയകരമായി നടത്തിയതായി നമ്മൾ കാണുന്നു. ഈ വാർത്ത ലോകമെമ്പാടും ചർച്ചയായി. ഏറ്റവും കൂടുതൽ ദുഃഖം നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനായിരുന്നു. കാരണം ഇന്ത്യയും ഇപ്പോൾ ഒരു ആണവ ശക്തിയായി മാറിയിരുന്നു. അവരുടെ ഉള്ളിൽ അസൂയയും ഭയവും ഉടലെടുക്കാൻ തുടങ്ങി. അവരും അണുബോംബ് നിർമ്മിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭുട്ടോ തന്റെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഒരു ആണവ സൗകര്യം നിർമ്മിക്കാൻ ഉത്തരവിടുന്നു. ഇത് രഹസ്യമായിരിക്കണം. അങ്ങനെ പണി പൂർത്തിയാകുമ്പോൾ ലോകത്തോട് തങ്ങൾക്കും ശക്തിയുണ്ടെന്ന് കാണിക്കാൻ കഴിയും. ഒരു വശത്ത് അവർ നിയമവിരുദ്ധമായി അണുബോംബ് നിർമ്മിക്കുമ്പോൾ മറുവശത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എല്ലായിടത്തും പോയി ഇന്ത്യ അറിയിക്കാതെ ആണവ പരീക്ഷണം നടത്തിയത് തെറ്റാണെന്നും അതിനാൽ അവരുടെ ആണവ സൗകര്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് കള്ളൻ തന്നെ പോലീസിനെ കുറ്റം പറയുന്നു എന്ന അവസ്ഥയാണ്. അണുബോംബ് നിർമ്മിക്കാൻ പാകിസ്ഥാൻ അപകടകാരിയായ ശാസ്ത്രജ്ഞൻ A.Q. ഖാനെ വിളിക്കുന്നു. അയാൾ പാകിസ്ഥാൻകാരനായിരുന്നെങ്കിലും വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഈ രഹസ്യ ദൌത്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ തിരികെ വിളിച്ചു. ഇതിനിടയിൽ പൊക്രാനിൽ നടന്ന സ്ഫോടനങ്ങളെ നിരുത്തരവാദപരമെന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആണവ പദ്ധതിക്ക് വിലക്കേർപ്പെടുത്തി എന്ന വാർത്ത വരുന്നു. ഈ വാർത്ത കേട്ട പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വലിയ സന്തോഷമായി. കാരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി എല്ലായിടത്തും കരഞ്ഞതിന്റെ ഫലം കണ്ടു. ഇനി നമ്മൾ താരീഖിനെയും നസ്റിനെയും കാണുന്നു. അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. അവരുടെ പ്രണയം കൂടുതൽ വർദ്ധിച്ചു. കാരണം നസ്രീൻ ഗർഭിണിയായിരുന്നു. ഇരുവരും തങ്ങളുടെ കുഞ്ഞിന്റെ വരവിനായി കാത്തിരുന്നു.
റോ മേധാവി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോട് പാകിസ്ഥാൻ അണുബോംബ് നിർമ്മിക്കുകയാണെന്നും എന്നാൽ എവിടെയാണെന്ന് അറിയില്ലെന്നും അറിയിക്കുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്റെ ഏജന്റുമാർ വഴി അവരുടെ ആണവ കേന്ദ്രത്തിന്റെ സ്ഥാനം കണ്ടെത്താൻ ഉത്തരവിടുന്നു. അതുവഴി പാകിസ്ഥാൻ എത്രമാത്രം ഇരട്ടത്താപ്പുകാരാണെന്ന് ലോകത്തിന് മനസ്സിലാകും. നസ്രിന്റെ അച്ഛൻ അവരുടെ വിവാഹത്തിന് സമ്മതിച്ചെങ്കിലും താരിഖിനോട് ഇപ്പോഴും അതൃപ്തിയിലായിരുന്നു. കാരണം അവന് വലിയ ജോലിയൊന്നും ചെയ്തിരുന്നില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ അതേ അവസ്ഥയിലായിരുന്നു. അതിനാൽ വീട്ടിൽ ഒരു കുഞ്ഞ് വരുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. നസ്രീൻ അത്തരം പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ താരിഖിനൊപ്പം ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ തയ്യാറായിരുന്നു. കാരണം എന്തു തന്നെയായാലും താരിഖ് അവളെ സന്തോഷിപ്പിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. രാത്രിയുടെ മറവിൽ താരിഖ് അമ്മാവന്റെ കടയിൽ രഹസ്യമായി കയറി അവിടുത്തെ ടെലിഫോണിൽ നിന്ന് ശർമ്മ എന്നയാൾക്ക് ഫോൺ വിളിക്കുന്നത് നമ്മൾ കാണുന്നു. അയാൾ റോയുടെ ഒരു വിവരദാതാവായിരുന്നു. അയാൾ വഴിയാണ് എല്ലാ വാർത്തകളും എത്തിയിരുന്നത്. ഇവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് താരിഖ് ഒരു സാധാരണക്കാരനല്ല, മറിച്ച് അമൻദീപ് അജിത് പാൽ സിംഗ് എന്ന ഒരു റോ ഏജന്റ് ആണെന്ന്. ശർമ്മ അവനോട് പറയുന്നു, ഞങ്ങൾ പൊക്രാനിൽ ദീപാവലി ആഘോഷിച്ചു. അയൽ രാജ്യവും പടക്കം പൊട്ടിക്കാൻ ആലോചിക്കുന്നുണ്ട്. ആ പടക്കങ്ങൾ എവിടെയാണെന്ന് നീ കണ്ടെത്തണം. ശർമ്മയുടെ സംസാരത്തിൽ നിന്ന് അയാൾക്ക് അമൻദീപിനോട് ഒട്ടും ബഹുമാനമില്ലെന്നും അവന്റെ എല്ലാ ചോദ്യങ്ങൾക്കും വിപരീതമായി മറുപടി നൽകുകയും അവന്റെ രാജ്യദ്രോഹിയായ അച്ഛനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അമൻദീപിന്റെ അച്ഛനും ഒരു റോ ഏജന്റായിരുന്നു. അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടിരുന്നു. അപമാനം സഹിക്കവയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതുകൊണ്ടാണ് ശർമ്മ അവനെ പരിഹസിക്കുന്നത്. നിന്റെ അച്ഛൻ രാജ്യദ്രോഹിയായിരുന്നു, നീയും അതുപോലെയാകും. അമൻദീപ് തിരിച്ചൊന്നും പറയാതെ എല്ലാം കേൾക്കുമായിരുന്നു. കാരണം അവൻ തന്റെ പ്രവൃത്തിയിലൂടെ മറുപടി നൽകാൻ ആഗ്രഹിച്ചു. പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിന്റെ സ്ഥാനം കണ്ടെത്താനുള്ള ചുമതല അമൻദീപിന് നൽകി. ആ ദൌത്യത്തിന് മിഷൻ മജ്നു എന്ന് പേരിട്ടു. താരിഖ് അസ്ലം എന്ന മറ്റൊരു റോ ഏജന്റിനെ കാണുന്നു. ഈ ദൌത്യത്തിന് ആവശ്യമായ ആയുധങ്ങൾ, വാഹനം, പണം തുടങ്ങിയവ നൽകുന്നത് അസ്ലമായിരുന്നു. ശർമ്മ അസ്ലമിന് ഉത്തരവ് നൽകുന്നു. താരിഖ് ദൌത്യത്തിൽ പരാജയപ്പെടുകയോ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ ചെയ്താൽ അവനെ ഉടൻ തന്നെ കൊല്ലണം. കാരണം അയാൾക്ക് താരിഖിന് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. പാകിസ്ഥാൻ ആർമിയുടെ യൂണിഫോം അമ്മാവന്റെ കടയിൽ നിന്നാണ് തുന്നിയിരുന്നത്. താരിഖ് അത് ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ ഓഫീസറുടെ യൂണിഫോമിൽ നിന്ന് 2 ബട്ടണുകൾ മനഃപൂർവ്വം മാറ്റുന്നു. കുറച്ചു കഴിഞ്ഞ് യൂണിഫോമിൽ നിന്ന് 2 ബട്ടണുകൾ കാണാനില്ലെന്ന് വാർത്ത വരുന്നു. ആ ബട്ടണുകൾ തുന്നിച്ചേർക്കാൻ എന്ന വ്യാജേന താരിഖ് ഓഫീസറുടെ വീട്ടിൽ പ്രവേശിക്കുന്നു. താരിഖ് പാകിസ്ഥാൻ സർക്കാരിനെയും ഓഫീസറെയും പുകഴ്ത്തി സംസാരിച്ച് കുറച്ച് വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു. പാകിസ്ഥാനിൽ അണുബോംബ് നിർമ്മാണം ആരംഭിച്ചുവെന്ന് അവന് മനസ്സിലായി. പക്ഷെ സ്ഥലം കണ്ടെത്താനായില്ല. അതിനിടെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സ്ഥാനത്ത് നിന്ന് നീക്കി. മൊറാർജി ദേശായി പുതിയ പ്രധാനമന്ത്രിയായി. അക്രമം കൊണ്ട് ഒന്നും നേടാനാവില്ലെന്നും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും അദ്ദേഹം വിശ്വസിച്ചു. മൊറാർജി ദേശായി എല്ലാ ദൌത്യങ്ങളും നിർത്താൻ ഉത്തരവിട്ടു. കാരണം അത് സർക്കാരിന് അനാവശ്യ ചെലവുണ്ടാക്കുകയും അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം കരുതി. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി അണുബോംബ് നിർമ്മിക്കുകയാണെന്നും അത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും റോ മേധാവി അദ്ദേഹത്തെ അറിയിക്കുന്നു. ഇസ്രായേലും അവരുടെ ആണവ കേന്ദ്രം കണ്ടെത്തി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ പാകിസ്ഥാനെ തുറന്നു കാട്ടിയില്ലെങ്കിൽ ഭാവിയിൽ 3ാം ലോക മഹായുദ്ധം വരെ സംഭവിച്ചേക്കാം. നമ്മുടെ ഏറ്റവും വലിയ ശത്രു അവരായതുകൊണ്ട് ഏറ്റവും വലിയ ഭീഷണിയും നമുക്കാണ്. എന്നാൽ പ്രധാനമന്ത്രി സമാധാനത്തിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് എല്ലാ അന്വേഷണങ്ങളും നിർത്താൻ ഉത്തരവിടുന്നു. ഈ ദൌത്യം ഇന്ത്യക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് റോ മേധാവിക്ക് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം തന്റെ പദവി രാജിവെക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിയും. എന്നിട്ട് പ്രധാനമന്ത്രി അറിയാതെ ഈ ദൌത്യം തുടരാൻ തന്റെ ജൂനിയറിന് ഉത്തരവ് നൽകുന്നു. താരിഖ് തന്റെ ചാരവൃത്തിയിലൂടെ ആണവ ബോംബ് നിർമ്മിക്കാൻ വിളിച്ച ശാസ്ത്രജ്ഞന്റെ പേര് എക്യു ഖാൻ ആണെന്നും ആണവ കേന്ദ്രം റാവൽപിണ്ടിക്ക് സമീപമാണെന്നും കണ്ടെത്തുന്നു. അവൻ ഈ വിവരം ഡൽഹിയിലുള്ള ഏജന്റ് ശർമ്മയ്ക്ക് നൽകുന്നു. എന്നാൽ ശർമ്മ അവനെ കളിയാക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്യുന്നു. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, പോയി നിന്റെ കുട്ടിയെ നോക്ക്, കാരണം ഈ ദൌത്യം അവസാനിച്ചു, ഇനി നിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. താരിഖ് ദേഷ്യത്താൽ അലറുകയായിരുന്നു. കാരണം അവൻ തന്റെ ജീവൻ പണയപ്പെടുത്തിയാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത്. എന്നാൽ ശർമ്മ അവന്റെ വാക്കുകൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ഇത് അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അവൻ കടയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നസ്രീന്റെ അച്ഛൻ അവിടെ വരുന്നു. അയാൾക്ക് തുടക്കം മുതലേ താരിഖിനെ സംശയമുണ്ടായിരുന്നതിനാൽ എപ്പോഴും നിരീക്ഷിക്കാറുണ്ടായിരുന്നു. താരിഖിന് താൻ സംസാരിച്ചത് അദ്ദേഹം കേട്ടുവെന്ന് തോന്നുന്നു. എന്നാൽ താരിഖിന് മറ്റേതോ സ്ത്രീയുമായി ബന്ധമുണ്ടെന്നാണ് അച്ഛൻ സംശയിക്കുന്നതെന്ന് പിന്നീട് മനസ്സിലാകുന്നു.
അദ്ദേഹം നസ്രീനോട് എല്ലാം പറയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ദൂരെ നിൽക്കുന്ന അസ്ലം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അച്ഛന് എല്ലാ സത്യവും മനസ്സിലായി എന്ന് അവൻ കരുതുന്നു. അവൻ ഈ വിവരം ശർമ്മയെ അറിയിക്കുന്നു. ശർമ്മയ്ക്ക് താരിഖിനോട് നേരത്തെ തന്നെ വെറുപ്പായിരുന്നതിനാൽ അസ്ലമിനോട് താരിഖിനെ കൊല്ലാൻ ഉത്തരവിടുന്നു. അസ്ലം തോക്കുമായി അവന്റെ വീട്ടിലേക്ക് പോകുന്നു. വാതിൽ തുറന്നയുടൻ അവന്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുന്നു. പേരിന് പാകിസ്ഥാനിൽ ജനാധിപത്യം ആയിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ സൈനിക ഭരണമായിരുന്നു. പാകിസ്ഥാൻ ആർമി ജനറൽ സിയ ഉൾ ഹഖ് തീവ്ര ചിന്താഗതിക്കാരനായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയി അഴിമതിയുടെയും പണം തട്ടിപ്പിന്റെയും പേരിൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ കാണുന്നത് അസ്ലം താരിഖിനെയല്ല, നസ്രീന്റെ അച്ഛനെയാണ് കൊന്നത്. താരിഖ് ജീവനോടെ ഉണ്ടായിരുന്നു. ശർമ്മയ്ക്ക് താരിഖിന് വിശ്വാസമില്ലായിരുന്നെങ്കിലും അവൻ ചെയ്യുന്നത് ശരിയാണെന്ന് അസ്ലമിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അതിനാൽ അച്ഛനെ വഴിയിൽ നിന്ന് മാറ്റിയാൽ എല്ലാം ശരിയാകുമെന്ന് അവൻ കരുതി. കാരണം അച്ഛന് ദൌത്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം അവൻ അറിയില്ലായിരുന്നു. ദൂരെ നിന്ന് കണ്ടപ്പോൾ എല്ലാം മനസ്സിലായി എന്നവൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ താരിഖിനോട് സംസാരിക്കാതെ അയാൾ അവരെ കൊന്നു. ഒരു തരത്തിൽ സംഭവിച്ചത് തെറ്റായിരുന്നു, കാരണം അവർ നിരപരാധിയായി കൊല്ലപ്പെട്ടു. എന്നാൽ ഭാവിയിൽ അവർ ദൌത്യത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ടായിരുന്നു. അതിനാൽ സംഭവിച്ചത് ഒരു തരത്തിൽ ശരിയുമായി. താരിഖ് അസ്ലമിനെ മർദ്ദിക്കുകയായിരുന്നു, കാരണം തെറ്റ് ചെയ്തത് അവനായിരുന്നു. അപ്പോഴേക്കും മൗലവി അവിടെ എത്തി താരിഖിന് നേരെ തോക്ക് ചൂണ്ടുന്നു. ഇവിടെയാണ് രഹസ്യം പുറത്തുവരുന്നത്. അദ്ദേഹത്തിന്റെ പേര് രമൻ സിംഗ് ആണെന്നും അദ്ദേഹം ഒരു സീനിയർ ഫീൽഡ് ഓഫീസർ ആണെന്നും കഴിഞ്ഞ 9 വർഷമായി പാകിസ്ഥാനിൽ ഏജന്റായി ജീവിക്കുകയാണെന്നും. അദ്ദേഹം പറയുന്നു, ശർമ്മ നിന്നെ കൊല്ലാൻ ഉത്തരവിട്ടിരുന്നു, പക്ഷെ അസ്ലം നിന്നെ രക്ഷിച്ചു, അതിനാൽ നീ അവനോട് നന്ദി പറയണം. റോയുടെ പുതിയ മേധാവി മിസ്റ്റർ സന്തോഷിന് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം ക്വറ്റ എന്ന സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇസ്രായേൽ ഉടൻ തന്നെ അവിടെ വ്യോമാക്രമണം നടത്തി അത് നശിപ്പിക്കാൻ പോകുകയാണെന്നും വിവരം ലഭിക്കുന്നു. താരിഖ് തന്റെ ദൌത്യത്തിൽ മുഴുകിയിരുന്നു. തന്റെ ഭാര്യ നസ്രീനെ ശ്രദ്ധിക്കാൻ പോലും അവന് സമയം കിട്ടിയിരുന്നില്ല. അവളിൽ നിന്ന് അകന്നു നിൽക്കാനും തുടങ്ങി. കാരണം ഭാവിയിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ തനിച്ചാകുമെന്നോ തന്റെ യാഥാർത്ഥ്യം എന്തെങ്കിലും പുറത്തു വരുമെന്നോ ഉള്ള ചിന്ത അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതെല്ലാം അവന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ തന്റെ ദൌത്യത്തിലും മുഴുകിയിരുന്നു. ജനറൽ സിയ ഉൾ ഹഖ് ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാരുമായി സംസാരിച്ച് സൗഹൃദം സ്ഥാപിക്കുന്നു. ഈ സ്നേഹത്തിന്റെ മറവിൽ ഒളിച്ച് നിയമവിരുദ്ധമായി അണുബോംബ് നിർമ്മിക്കാനും ആരും കൂടുതൽ അന്വേഷിക്കാതിരിക്കാനും വേണ്ടിയായിരുന്നു അത്. ഇപ്പോൾ താരിഖ്, രമൺ, അസ്ലം എന്നിവർ ഒന്നിക്കുന്നു. അവർ പാകിസ്ഥാൻ സൈനികരുടെ വേഷം ധരിച്ച് ഒരു ട്രക്ക് നിർത്തുന്നു. ആ ട്രക്കിൽ നിറയെ ജാക്കറ്റുകളായിരുന്നു. സാധാരണ ജാക്കറ്റുകൾ ആയിരുന്നില്ല അവ. യൂണിഫോമിന്റെ അധികാരം കാണിച്ച് ഡ്രൈവറിൽ നിന്ന് അവർ വിവരം ചോർത്തുന്നു. ഈ സാധനങ്ങളെല്ലാം കഹൂദ എന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഡ്രൈവർ പറയുന്നു. കഹൂദ ഇന്ത്യ പാക് അതിർത്തിക്ക് സമീപത്തായിരുന്നു. ആരും ശ്രദ്ധിക്കാത്ത ഒരിടം പാകിസ്ഥാൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത് അവിടെ ആണവ കേന്ദ്രം നിർമ്മിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി മൂവരും കഹൂദയിൽ എത്തുന്നു. അവിടെ എങ്ങും സൈനികർ മാത്രമായിരുന്നു. അസ്ലമും താരിഖും ഒളിച്ചും പാത്തും ആണവ കേന്ദ്രം നിർമ്മിച്ച സ്ഥലത്തെത്തുന്നു. താരിഖ് അവിടുത്തെ ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ വന്ന് അവരെ പിടികൂടുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നത് ഓഫീസർ കണ്ടില്ലെങ്കിലും അയാൾ അവരെ പരിശോധിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ താരിഖ് അവിടെ ഒരു ആടിനെ കാണുന്നുണ്ട്. തന്റെ ആടിനെ കാണാതായെന്നും അത് തിരഞ്ഞാണ് ഇവിടെ എത്തിയതെന്നും അവൻ ഒരു കാരണം പറയുന്നു. അവർ എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ശർമ്മയെ വിളിച്ച് ആണവ കേന്ദ്രം ക്വറ്റയിലല്ല കഹൂദയിലാണെന്ന് അറിയിക്കുന്നു. ശർമ്മ ഈ ദൌത്യം നിർത്താൻ പറഞ്ഞിരുന്നെങ്കിലും രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഈ 3 പേരും സ്വന്തം നിലയ്ക്ക് എല്ലാം ചെയ്യുകയായിരുന്നു. പക്ഷെ ശർമ്മയുടെ മനസ്സ് അലിയുന്നില്ല. അവൻ അവരുടെ വിവരം റോ ആസ്ഥാനത്തെത്തിക്കാൻ വിസമ്മതിക്കുന്നു. അവന്റെ ഈ ധാർഷ്ട്യം വർദ്ധിച്ചു വന്നപ്പോൾ താരിഖിന് ദേഷ്യം വന്നു. എന്നാൽ അവൻ ശാന്തനായി പറയുന്നു, നിങ്ങൾക്ക് എന്നോട് പ്രശ്നമുണ്ടാകാം, പക്ഷെ ഈ വിവരം അവിടെ എത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ പാകിസ്ഥാൻ ആണവ പരീക്ഷണത്തിൽ വിജയിക്കും, പിന്നെ ലോകത്ത് നാശം വിതയ്ക്കും. അതിനാൽ നിങ്ങളുടെ ഇടുങ്ങിയ ചിന്തകൾ മാറ്റിവെച്ച് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കൂ. ശർമ്മ കുറച്ചു നേരം ആലോചിച്ച ശേഷം പറയുന്നു, അവിടെ ശരിക്കും ആണവ കേന്ദ്രമുണ്ടെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഉറച്ച തെളിവ് കിട്ടാതെ ആരും നിന്റെ വാക്ക് വിശ്വസിക്കില്ല. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ക്വറ്റയിൽ വ്യോമാക്രമണം നടത്തും. അതിനു മുമ്പ് നീ എന്തെങ്കിലും ഉറച്ച തെളിവ് കൊണ്ടുവന്നാൽ ഈ ആക്രമണം നിർത്താം. കാരണം ഈ ആക്രമണം തെറ്റായ സ്ഥലത്താണ് നടന്നതെങ്കിൽ പാകിസ്ഥാൻ ജാഗരൂകരാകുകയും അവരുടെ ആണവ പരീക്ഷണം വേഗത്തിലാവുകയും ചെയ്യും. ഇപ്പോൾ താരിഖിന്റെ മേൽ സമ്മർദ്ദമായി. 48 മണിക്കൂറിനുള്ളിൽ കഹൂദയിലാണ് ആണവ കേന്ദ്രമെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവ് അയക്കണം. അതിൽ പരാജയപ്പെട്ടാൽ അവനെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരും. ദുഃഖകരമായ കാര്യം, അവന് തനിച്ചാണ് പോകേണ്ടിയിരുന്നത്, അതായത് നസ്രിനെയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയും ഉപേക്ഷിച്ച്. അപ്പോഴാണ് താരിഖിന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിക്കുന്നത്. കഹൂദയിൽ ഒരേ ഒരു ബാർബർ ഷോപ്പേയുള്ളൂ.
എന്ന് അവൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആണവ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നവരെല്ലാം അവിടെയായിരിക്കും മുടി വെട്ടാൻ വരുന്നത്. അപ്പോൾ അവരിൽ ഒരാളുടെ മുടി കിട്ടിയാൽ അവിടെ അണുബോംബ് നിർമ്മിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ സാധിക്കും. കാരണം ആണവ കേന്ദ്രത്തിൽ റേഡിയേഷൻ ഉണ്ടാകും. അവിടെ ജോലി ചെയ്യുന്നവരുടെ മുടിയിൽ അതിന്റെ സാമ്പിളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെല്ലാം തെളിയിക്കും. താരിഖ് ബാർബർ ഷോപ്പിൽ പോയി കുറച്ച് തന്ത്രം പ്രയോഗിച്ച് ഒരു സീനിയർ ഓഫീസറുടെ മുടി മോഷ്ടിക്കുന്നതിൽ വിജയിക്കുന്നു. ഇനി പ്രധാന പ്രശ്നം അതെങ്ങനെ ഇന്ത്യയിലേക്ക് അയക്കുമെന്നതായിരുന്നു. സണ്ടോദ എക്സ്പ്രസ് ട്രെയിൻ വഴി ആ തെളിവ് ഇന്ത്യയിലേക്ക് അയക്കാൻ അവർ തീരുമാനിക്കുന്നു. സണ്ടോദ എക്സ്പ്രസിൽ കയറാൻ ടിക്കറ്റിനൊപ്പം പാസ്പോർട്ടും പരിശോധിക്കുമായിരുന്നു. അത് താരിഖിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ തലപ്പാവ് ധരിച്ച് ഒരു പഞ്ചാബിയായി ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അവനെ തടഞ്ഞ് പരിശോധിക്കാൻ തുടങ്ങുകയും തലപ്പാവ് അഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തലപ്പാവ് പഞ്ചാബികളുടെ അഭിമാനമാണ്, അത് അഴിക്കാൻ പറയുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ അവൻ ബഹളം വെക്കുന്നു. അയാൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിഞ്ഞുവെന്നും അവിടെ ഉണ്ടായിരുന്ന എല്ലാ പഞ്ചാബികളും അവനെ പിന്തുണയ്ക്കാൻ ഒന്നിച്ചു കൂടുകയും ചെയ്യുന്നു. ഈ ബഹളത്തിനിടയിൽ താരിഖ് ട്രെയിനിനുള്ളിൽ കയറുന്നതിൽ വിജയിക്കുന്നു. അവൻ ആ തെളിവ് ഒരു സ്ത്രീയുടെ ബാഗിലിടുന്നു. അപ്പോഴേക്കും തലപ്പാവ് ധരിച്ച ഒരു സംശയാസ്പദമായ വ്യക്തി ട്രെയിനിൽ കയറിയിട്ടുണ്ടെന്ന് സൈനിക ഉദ്യോഗസ്ഥന് വിവരം ലഭിക്കുന്നു. അവർ താരിഖിനെ കണ്ടെത്തി അവന്റെ പിന്നാലെ ഓടുന്നു. താരിഖ് തന്ത്രപൂർവ്വം അവരെ അടിച്ച് ട്രെയിനിൽ നിന്നിറങ്ങി രക്ഷപ്പെടുന്നതിൽ വിജയിക്കുന്നു. ട്രെയിൻ ഇന്ത്യയിലെത്തിയ ഉടൻ അവിടെ ഏജന്റുമാർ ആ സ്ത്രീക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ വന്നയുടൻ അവരുടെ ബാഗിൽ നിന്ന് മുടിയുള്ള തെളിവെടുത്ത് പോകുന്നു. ആ സ്ത്രീ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് മുടി ലാബിൽ പരിശോധിച്ചപ്പോൾ അതിൽ റേഡിയേഷന്റെ അളവ് വളരെ കൂടുതലായി കാണുന്നു. അതൊരു ആണവ കേന്ദ്രത്തിൽ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. ഈ തെളിവിലൂടെ ആണവ കേന്ദ്രം ക്വറ്റയിലല്ല കഹൂദയിലാണെന്ന് തെളിയുന്നു. 48 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ക്വറ്റയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേലിന്റെ വിമാനങ്ങൾ പുറപ്പെട്ടിരുന്നു. എന്നാൽ കൃത്യസമയത്ത് ഇന്ത്യ അവർക്ക് ആണവ കേന്ദ്രം ക്വറ്റയിലല്ലെന്ന് വിവരം നൽകുന്നു. അതോടെ വ്യോമാക്രമണം നിർത്തുന്നു. ഈ ദൌത്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൊറാർജി ദേശായി അറിയുന്നുണ്ട്. അദ്ദേഹം ദേഷ്യത്തോടെ ചോദിക്കുന്നു, ഞാൻ ദൌത്യം റദ്ദാക്കാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ദൌത്യം തുടർന്നത്? കഹൂദയിൽ ബോംബാക്രമണം നടത്തണമെന്ന് റോ മേധാവി അഭ്യർത്ഥിക്കുന്നു. എന്നാൽ പ്രധാനമന്ത്രി അത് ചെയ്യാൻ വിസമ്മതിക്കുന്നു. അവിടെ ശർമ്മയ്ക്ക് അമൻദീപ് തന്റെ അച്ഛനെ പോലെയല്ലെന്നും അവൻ രാജ്യത്തോട് കൂറുള്ളവനാണെന്നും അതിനായി എന്തും ചെയ്യാൻ തയ്യാറാണെന്നും മനസ്സിലാകുന്നുണ്ട്. ശർമ്മ തന്റെ പെരുമാറ്റത്തിന് മാപ്പ് ചോദിച്ച് പറയുന്നു, ഈ ഫോണിന് പിന്നിലിരുന്ന് ഞാൻ കരുതി ഞാനാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹിയെന്ന്. ഉത്തരവുകൾ നൽകി ചീത്ത വിളിച്ചു. ഒരാളെ രാജ്യദ്രോഹി എന്നും മറ്റൊരാളെ പാകിസ്ഥാനി എന്നും വിളിച്ചു. അതോടെ എന്റെ രാജ്യസ്നേഹം പൂർത്തിയായി. എന്നാൽ ഇന്ന് നീ മനസ്സിലാക്കി തന്നു, രാജ്യസ്നേഹം രക്തത്തിലല്ല രോമകൂപങ്ങളിലാണെന്ന്. പറയുന്നവർ ഒരുപാടുണ്ടാകും, എന്നാൽ ചെയ്യുന്നവർക്ക് എന്റെ സലാം. നിന്റെ ചരിത്രത്തെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ എന്റെ മക്കൾ തീർച്ചയായും ഓർക്കും ആരായിരുന്നു അമൻദീപ് അജിത് പാൽ സിംഗ് എന്ന്. ഇന്ന് അമൻദീപ് തെളിയിച്ചിരുന്നു അവൻ തന്റെ രാജ്യത്തോട് എത്രമാത്രം കൂറുള്ളവനാണെന്നും തന്റെ ഭാരതമാതാവിനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നും. അവനെ ഇപ്പോഴും രാജ്യദ്രോഹിയുടെ മകൻ എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്ന അതേ മനുഷ്യൻ ഇന്ന് അവന്റെ ധീരതയെ സല്യൂട്ട് ചെയ്യുകയായിരുന്നു. ഈ വികാരങ്ങളെല്ലാം അനുഭവിച്ച് അമൻദീപിന്റെ കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറയുന്നു. അവിടെ പ്രധാനമന്ത്രി നേരിട്ട് ജനറലിന് ഫോൺ വിളിച്ചു പറയുന്നു, ആണവ കേന്ദ്രം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ എപ്പോഴും യുദ്ധത്തിൽ തോൽക്കുകയാണ് പതിവ്. അതിനാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആണവ കേന്ദ്രം അടച്ചുപൂട്ടുക. അല്ലെങ്കിൽ ഇത് ലോകം മുഴുവൻ അറിയും. അത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. ജനറൽ ആണവ കേന്ദ്രം അടച്ചുപൂട്ടാൻ ഉത്തരവിടുന്നു. കാരണം ഇസ്രായേലിന് ശരിയായ സ്ഥലം അറിയാമായിരുന്നു. ഇനി ജോലി തുടർന്നാൽ ഇസ്രായേൽ ആക്രമിച്ച് എല്ലാം നശിപ്പിക്കും. പാകിസ്ഥാനിൽ റോ ഏജന്റുമാർ ഒളിച്ചിരിപ്പുണ്ടെന്നും അവരാണ് ഈ വിവരം ഇന്ത്യയിൽ എത്തിച്ചതെന്നും ജനറലിന് മനസ്സിലാകുന്നു. അദ്ദേഹം എല്ലാ കോൾ റെക്കോർഡുകളും പരിശോധിച്ച് ഡൽഹിയിലേക്ക് കോൾ പോയവരെ കണ്ടെത്തി കൊല്ലാൻ ഉത്തരവിടുന്നു. പാകിസ്ഥാൻ സൈന്യവും ISI ഏജന്റുമാരും റോ ഏജന്റുമാരെ തിരിഞ്ഞുപിടിച്ച് കൊല്ലാൻ തുടങ്ങുന്നു. അതിൽ അസ്ലമും കൊല്ലപ്പെട്ട് വീരമൃത്യു വരിക്കുന്നു. പാകിസ്ഥാനിൽ താമസിക്കുന്നത് അപകടകരമാണെന്ന് താരിഖിന് മനസ്സിലായി. അതിനാൽ അവൻ നസ്രീനൊപ്പം ദുബായിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. തനിക്ക് ദുബായിൽ ജോലി കിട്ടിയെന്നും അവിടെ സുഖമായി ജീവിക്കാമെന്നും അവൻ നസ്രീനോട് പറയുന്നു. രമൺ അസ്ലമിന്റെ കടയിൽ പോകുമ്പോൾ അവൻ മരിച്ചുവെന്ന് അറിയുന്നുണ്ട്. അതോടെ പാകിസ്ഥാനികൾക്ക് തങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചുവെന്ന് അവന് മനസ്സിലാകുന്നു. അവൻ താരിഖിനോട് ഇന്ത്യയിലേക്ക് പോകാൻ പറയുന്നു. താരിഖ് പറയുന്നു, ഹിന്ദുസ്ഥാൻ ആയാലും പാകിസ്ഥാൻ ആയാലും രാജ്യദ്രോഹത്തിനുള്ള ശിക്ഷ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നസ്രീനെയും എന്റെ കുഞ്ഞിനെയും ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞാൻ പോയ എല്ലാ ശിക്ഷയും അവർക്ക് ലഭിക്കും. രമൺ താരിഖിന് അനുഗ്രഹം നൽകി അവിടെ നിന്ന് പോകുന്നു. താരിഖ് നസ്രിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം രമണിനെ കണ്ടെത്തുന്നു. പക്ഷെ തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് രമണിന് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം തന്റെ കാറിന് തീയിട്ട് സ്ഫോടനം നടത്തുന്നു.
അതിൽ സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം രമണും കൊല്ലപ്പെടുന്നു. ഇനി ISI ഏജന്റുമാരും താരിഖിന്റെ വീട്ടിലെത്തുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ താരിഖ് അതിനു മുൻപേ എയർപോർട്ടിലേക്ക് പോയിരുന്നു. എല്ലാവരും എയർപോർട്ടിലേക്ക് പായുന്നുണ്ട്. വിമാനത്താവളത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. എല്ലാ ഉദ്യോഗസ്ഥരും താരിഖിനെയും നസ്രിനെയും തിരയാൻ തുടങ്ങുന്നു. തന്നെ പിടിക്കാൻ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടെന്ന് താരിഖിന് മനസ്സിലാകുന്നുണ്ട്. അവൻ ഒളിച്ചും പാത്തും നസ്രിനെ വേഗത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഗർഭിണിയായതിനാൽ നസ്രീൻ ഓടി തളർന്നിരുന്നു. എന്തിനാണ് താരിഖ് ഇത്രയധികം ഓടുന്നതെന്നും അവൻ എന്തു പറ്റിയെന്നും അവൾക്ക് മനസ്സിലായില്ല. തന്റെ അവസാനം അടുത്തുവെന്ന് താരിഖിന് മനസ്സിലായി. അവൻ നസ്രിനെ സ്നേഹത്തോടെ സമാധാനിപ്പിച്ച് ഒരു വീൽ ചെയറിലിരുത്തി പറയുന്നു, നമ്മുടെ വഴികൾ വേറെയാണ്, പക്ഷെ ഞാൻ നിന്നെ അപ്പുറത്ത് കാണും. ഒരാൾ നസ്രിനെ മറ്റൊരു ഗേറ്റിലൂടെ കൊണ്ടുപോകാൻ തുടങ്ങുന്നു. എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ അവനെ തടയാൻ ശ്രമിക്കുന്നു. താരിഖിന് സ്വന്തം ജീവനിൽ ഭയമില്ലായിരുന്നു. പക്ഷെ തന്റെ പ്രിയപ്പെട്ട നസ്രിന് ഒന്നും സംഭവിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അതിനാൽ അവൻ അവിടെ നിന്ന് ഉച്ചത്തിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞു. നസ്രിൻ ഡിപ്പാച്ചർ ഗേറ്റിനുള്ളിലേക്ക് പോകുന്നു. എല്ലാ ഉദ്യോഗസ്ഥരും താരിഖിനെ പിടിക്കാൻ അവന്റെ പിന്നാലെ ഓടുന്നുണ്ട്. നസ്രിൻ പോകുന്ന വിമാനം എത്രയും പെട്ടെന്ന് പുറപ്പെടാൻ താരിഖ് കാത്തിരുന്നു. അതുവരെ അവൻ സൈനികരുമായി ഏറ്റുമുട്ടി അവരെ പിടിച്ചു നിർത്തുന്നു. വിമാനം പറന്നുയർന്നത് കണ്ടപ്പോൾ അവൻ സന്തോഷിച്ചു. ഒടുവിൽ നസ്രിൻ സുരക്ഷിതയായി രക്ഷപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും എല്ലാ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരും തങ്ങളുടെ തോക്കിലെ എല്ലാ വെടിയുണ്ടകളും അവന്റെ നെഞ്ചിലേക്ക് പായിക്കുന്നു. അമൻദീപ് സിംഗ് രാജ്യസേവനത്തിനിടയിൽ വീരമൃത്യു വരിക്കുന്നു. നസ്രീൻ ദുബായിലെത്തി താരിഖിന്റെ വരവിനായി കാത്തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവൻ ഇനി വരാൻ പോകുന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ റോയുടെ മുൻ മേധാവി മിസ്റ്റർ കാവ് എത്തുന്നു. താൻ താരിഖിന്റെ സുഹൃത്താണെന്ന് അദ്ദേഹം പറയുന്നു. താൻ ചെയ്യുന്ന ജോലിയിൽ ജീവനോടെ ഇരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്ന് അമൻദീപിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ നസ്രിന്റെ പേരിൽ ഒരു കത്തെഴുതി മിസ്റ്റർ കാവിനെ ഏൽപ്പിച്ചിരുന്നു. താൻ മരിച്ചാൽ തന്റെ സന്ദേശം അവളിൽ എത്തിക്കാൻ വേണ്ടിയായിരുന്നു അത്. കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഈ കത്ത് മിസ്റ്റർ കാവ് നിനക്ക് വായിച്ചു തരികയാണെങ്കിൽ അതിനർത്ഥം ഞാൻ ഈ ലോകത്തില്ല എന്നാണ്. ഞാൻ ചില കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നു എന്ന് നീ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതിന് ഞാൻ ഇന്ന് നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ നിന്നെ എപ്പോഴും ഹൃദയം കൊണ്ട് സ്നേഹിച്ചിരുന്നു. എന്നാൽ എന്റെ കടമകൾ കാരണം ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് അമൻദീപ് സിംഗ്. ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഈ സത്യം അറിഞ്ഞപ്പോൾ നസ്രിന് കരയാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല. അതിനുശേഷം അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് നമ്മളോട് പറയുന്നില്ല. ഇന്ത്യൻ ഏജന്റുമാരുടെ ത്യാഗങ്ങൾ കാരണം പാകിസ്ഥാന്റെ കഹൂദയിലെ ആണവ കേന്ദ്രത്തിന്റെ രഹസ്യം ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടു. എന്നിട്ടും ജനറൽ സിയ ഉൾ ഹഖ് ഈ കാര്യം നിഷേധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സത്യം ഒടുവിൽ പുറത്തു വന്നു. 2004 ശാസ്ത്രജ്ഞൻ AQ ഖാൻ പാകിസ്ഥാൻ ഉത്തര കൊറിയയ്ക്കും ഇറാനും ആണവ സാങ്കേതിക വിദ്യ വിറ്റതായി സമ്മതിച്ചു. ഇതിനുശേഷം പാകിസ്ഥാന് അടുത്ത 20 വർഷത്തേക്ക് ആണവ പരീക്ഷണം നടത്താൻ കഴിഞ്ഞില്ല. 1998 ഇന്ത്യ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ തങ്ങളുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തുകയും ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ആണവശക്തിയായി മാറുകയും ചെയ്തു. സിനിമയുടെ അവസാനം ഒരു വാചകം പറയുന്നുണ്ട്, നമ്മുടെ ത്രിവർണ പതാക പാറുന്നത് കാറ്റുകൊണ്ടല്ല, രക്തസാക്ഷികളുടെ അവസാന ശ്വാസം കൊണ്ടാണ്. ഈ വിജയത്തിന്റെയും ത്യാഗത്തിന്റെയും കഥ പറഞ്ഞുകൊണ്ട് സിനിമ അവിടെ അവസാനിക്കുന്നു. അപ്പോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോൾ കേട്ട കഥ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.